ഇതേപോലത്തെ ഒരു എമർജൻസി കിട്ടിയാൽ അങ്ങനെ അയക്കുന്ന കാണിച്ചാൽ ഇതിപ്പോൾ കസ്റ്റമർ നോക്കിയതാണ് അയക്കാൻ. കുത്തി പൊളിച്ചിട്ടൊന്നും ഇങ്ങനെ നോക്കിയിട്ട് അത് അയക്കാനില്ല. സ്ക്രൂ എവിടെയുമില്ല, ഇതിന് എവിടെയും സ്ക്രൂ കൊടുത്തിട്ടില്ല. പിന്നെ സോളാർ വർക്ക് ചെയ്യുന്നത് നോക്കിയതാണ്ടില്ലേ, കറണ്ട് ലൈറ്റിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ചാർജിങ് നടക്കുന്നുണ്ട്. ഇത് കംപ്ലൈൻറ്റ് പറഞ്ഞത് ബാറ്ററി ചാർജിക്കില്ല, ബാക്കപ്പ് കുറവാണെന്നാണ് പറഞ്ഞത്. അതിന് ബാറ്ററി മാറ്റിയിട്ട് കൊടുത്താൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഇതിൽ എവിടെ സ്ക്രൂ ഇല്ല. ഇത് അയക്കുന്നത് ഈ സാധനം പൊന്നിച്ചു കൊടുത്താൽ മതി. ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് പൊന്നിച്ചാൽ പോരും. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പൊന്നിച്ചാൽ മതി. ഇത് വെറും ലോക്ക് ടൈപ്പ്, വേറൊന്നുമില്ല. ഇത് കണ്ടില്ലേ. പിന്നെ അതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കിയിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ടാവും. ഈ സൈഡല്ല, ഇപ്പുറത്തെ സൈഡിലാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലെ സ്ക്രൂ വരുന്നത്. ഈ 4 സ്ക്രൂ അയച്ചാൽ ഇത് കിട്ടും. ഇതിനിങ്ങനെ മുകളിലും അടിയിൽ ഓരോ ടോപ്പ് ഉണ്ടാവും. കണ്ടില്ലേ, അടിയിൽ അതുപോലെ ടോപ്പ് ഉണ്ടാവും. ആ 2 ടോപ്പ് കോരിയാൽ പിന്നെ ഇവിടെ സ്ക്രൂ കോരിയാൽ 2 ചെറിയ സ്ക്രൂ ഡ്രൈവർ പറ്റുള്ളൂ. മുകളിൽ കയറും. ഈ ബാറ്ററി മാറ്റി കൊടുത്താൽ മതി. ഇതിനകത്ത് നമ്പർ കാര്യങ്ങളൊന്നുമില്ല. ഈ ബാറ്ററി മാറ്റി കൊടുത്താൽ മതി, അപ്പോൾ റെഡി ആവും. ഈ ബാറ്ററിക്ക് നമ്പർ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യുക, അതുകൊണ്ട് ഇത് എത്ര വോൾട്ടേജ് എത്ര ആംപിയർ ഒന്നും അറിയില്ല, ഒന്നും എഴുതിയിട്ടില്ല അതിനകത്ത്. ഈ ബാറ്ററിക്ക് തന്നെ വോൾട്ടും ആംപിയർ ഏതാ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.